സോമൻ ചേട്ടനാണോ? അതെ. എന്നാ പറ്റിയടാ? അത് ചേട്ടൻ ഓഫീസിൽ നിന്ന് പോണെന്ന് അറിഞ്ഞപ്പോ വന്ന പേടിപ്പരി. നീ ചെന്നൊരു ചായ എടുക്ക്. വേണ്ട, ഈ മോദകൂട്ട് തിളപ്പിച്ച വെള്ളം മതി. വീട്ടിൽ പറഞ്ഞോ ചേട്ടാ? അവളുടെ അച്ഛൻ വന്ന് കുറേ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങളെന്തേലും പറഞ്ഞോ? നമ്മളെന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നത്? അങ്ങേരെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇത് ശകലം കടന്നു പോയില്ലേ? ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ ചേട്ടൻ അതൊക്കെ ചെയ്യാറുന്നല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല ചന്തു. ഇനിയിപ്പോൾ എൻ്റെ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മൈസൂർ അന്യ സണ്ണിയുടെ എല്ലാം ഒച്ചപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബഹളങ്ങളല്ലേ ചേട്ടാ എനിക്കൊക്കെ ഒരു ആശ്വാസം. ചില ഭാരങ്ങളൊക്കെ തലേന്ന് ഇറക്കി വെക്കുന്നൊരു സുഖമാണ് ചന്തു. അച്ഛാ, ഇന്നലെ രാത്രിയിലെ ടെമ്പറേച്ചർ വല്ലാണ്ണം കൂടി, ശ്വാസം മുട്ടലും. അതാ പിന്നെ അവർ ഐസിയിലോട്ട് മാറ്റിയത്. ഇല്ലില്ല, അച്ഛൻ വരണമെന്നില്ല. ഇന്ന് തന്നെ മാറ്റും വാർഡിലോട്ട്. ശരി. എന്താ പറഞ്ഞ അച്ഛൻ? അച്ഛൻ വരണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ചന്തുവിന്റെ വൈഫല്ലേ? ഇതൊന്ന് സൈൻ ചെയ്യണം. ഞാൻ സംസാരിച്ചോ? രണ്ടാളും വീട്ടിൽ പോയിട്ട് വന്നു. ഇല്ല, ഇനിയിപ്പം വാർഡിലോട്ട് മാറ്റിട്ട് പോവാം. ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സംഗതി താറാവ് പനിയാണെന്നാ പറയുന്നത്. അധിക നേരം ഇവിടെ നിൽക്കണ്ട. രാമങ്കരിയിലെ ഒരു 78കാരൻ ഇത് വന്ന് മരിച്ചു എന്നാ അറിയുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ വിളിച്ചോണ്ട് പോയിക്കോ. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചന്തു നമ്മളെ വിട്ടുപോയി. എന്താ എന്ത് പറ്റി? അവൻ പോയടി. ചന്തു പോയി. ചന്തു, എനിക്ക് കാണണ്ട. വേണ്ട. ഇല്ല, എനിക്ക് കാണണ്ട. എന്നെ വീട് പോണ്ട. പോണ്ട. കണ്ടാ മതി. വേണ്ട, പോണ്ട. ചന്തു. നെടുമുടി ഗ്രാമവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് മൈസൂര ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ ചന്തു എന്ന ചെറുപ്പക്കാരന്റെയും രാമങ്കരി നിവാസിയായ തൊമ്മിക്കുഞ്ഞിന്റെയും മരണകാരണം H5N1 അഥവാ താറാവ് പനിയാണെന്ന് സംശയിക്കുന്നു. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മളിതൊക്കെ ചെയ്തത്. അവർ പ്രാന്താണ്. അല്ലെങ്കിലും നിന്നറിയുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? എന്നതാ പറ്റിയത്? ആരാണൊക്കെ വന്നിട്ട് ചെയ്തിട്ട് പോയത്? ഏത് തന്തക്ക് പറക്കാത്തവരാണ് ഇത് ചെയ്തത്? താറാവ് സെറ്റപ്പായിട്ട് കിടക്കൂല്ലേ? അച്ചാറിട്ട് വെച്ചോ, അടുത്ത കൊല്ലം വിൽക്കാം. എടാ കഴിവറ പോലെ പട്ടിനെ കൊല്ലണം.
കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുത്തനെ അടിക്കാന്നൊക്കെ പറഞ്ഞ സോമ, നീ ഇനിയിപ്പോൾ അവിടെ ചടങ്ങിനൊന്നും പോകാൻ നിൽക്കണ്ട. നീ അവിടെ ചെല്ലുമ്പോൾ വല്ലതും ചെയ്താലോ? സോമ, ഒന്ന് സ്റ്റേഷൻ വരെ പോകണം. നിങ്ങൾ എന്നാത്തിനാ സാർ അവനെ കൊണ്ടുപോകുന്നേ? മരണപ്പെട്ട ചന്തുവും സോമനും ബിരിയാണി കഴിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട്. പനി കൂടി നിന്നപ്പോൾ അയാൾ ആശുപത്രി പോലും പോകാൻ സമ്മതിക്കാതെ അയാൾ പിടിച്ചു നിർത്തി. എൻ്റെ സാറേ, അതൊന്നും ആരും കരുതിക്കൂട്ടി ചെയ്തതല്ലല്ലോ. ഞാൻ അവനോട് ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. വാ പോവാ. എടാ, നീ എന്തൊക്കെയാണ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്? സാറേ, എന്റെ കൊച്ചറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒന്നും. പാടോ. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവന്. എൻ്റെ പിന്നെ എനിക്ക് ഇവനൊരു സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? ഇതിന്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് പണ്ടേ തോന്നിയത്. നാട്ടുകാരെ ഉദയിച്ച് നല്ല പിള്ളേ അവഞ്ഞ് നടക്കുന്ന സകല തെണ്ടികൾക്കും ഇതൊരു പാഠം. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം? അവസാനം ഒരുത്തനെ കൊലക്കൊടുത്തപ്പോ സമാധാനമായല്ലോ. ആ